ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് എംപ്ലോയീസ് അസോസിയേഷൻ INTUCയുടെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ സെക്രട്ടേറിയറ്റ് ധർണയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചാണ്ടി ഉമ്മനും രാഹുൽ മാങ്കൂട്ടത്തിലും ഇപ്പോൾ സംസാരിക്കുകയാണ്. KSFEയിലെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSFE ജീവനക്കാരുടെ സെക്രട്ടേറിയറ്റ് ധർണ ഇവിടെ നടക്കുന്നത്. ഓരോ മനുഷ്യന്മാരെയും എങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ദ്രോഹിക്കാമെന്നതിന് പ്രത്യേകമായൊരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. ഓരോ മനുഷ്യന്മാരും വ്യത്യസ്തമായ രീതിയിൽ അവരെ ചൂഷണം ചെയ്യുവാനും അവരെ ദ്രോഹിക്കുവാനും കിട്ടുന്ന ഒരവസരവും ഈ സർക്കാർ പാഴാക്കാറുണ്ട്. ഒരു വശത്ത് സർക്കാർ ജീവനക്കാർ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ അവരുടെ പെൻഷൻ കൃത്യമായി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ താരതമ്യേന അവരെക്കാൾ മെച്ചമായ ഒരു ശമ്പളം കിട്ടുന്ന KSFE ജീവനക്കാരുടെ ശമ്പളം എങ്ങനെ കുറയ്ക്കാം എന്നതാണ് സർക്കാരിന്റെ ഗവേഷണ പ്രബന്ധം. സംസ്ഥാന സർക്കാർ പറയുന്നത് ശമ്പള ഏകീകരണത്തിന്റെ ഭാഗമായി KSFE ജീവനക്കാരെയും ഉൾപ്പെടുത്തണമെന്ന്. അതിന് സർക്കാർ പറയുന്ന കാരണം KSFE ജീവനക്കാരുടെ ശമ്പളം മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെക്കാൾ അധികമാണ് എന്നാണ്. അങ്ങനെ അധികമാണ് എങ്കിൽ ഒരു സർക്കാർ ഇനി സമത്വം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം കൂട്ടുകയല്ല ചെയ്യുന്നത്. എന്നാൽ സമത്വം നടപ്പാക്കാൻ എന്ന വ്യാജേന മെച്ചമായ ശമ്പളം കിട്ടുന്ന ആളുകളുടെ ശമ്പളത്തിൽ നിന്ന് കുറെ പണം പിടുങ്ങി അതുകൂടി ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തെ ഒരു തരത്തിലും അംഗീകരിക്കുവാൻ കഴിയില്ല എന്നാണ് ഈ സമരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാനായിട്ടുള്ളത്. മാത്രമല്ല, അതൊരു പെൻഷൻ വ്യവസ്ഥയില്ലാത്ത മേഖലയാണ് KSFE. ശമ്പളമാണ് KSFE ജീവനക്കാരെ ആകർഷിക്കുന്ന ഏക ഘടകം. പെൻഷൻ ഇല്ലാതിരിക്കും. മാത്രമല്ല, KSFE ജീവനക്കാർക്ക് മത്സരം നേരിടേണ്ട കാര്യമായിട്ടൊക്കെയാണ്. സ്വാഭാവികമായും പല സർക്കാർ വിഭാഗങ്ങളും ഇപ്പം നമ്മുടെ വില്ലേജ് ഓഫീസർക്ക് ആരോടെങ്കിലും മത്സരിക്കേണ്ട ആവശ്യമുണ്ട്. സമാന്തരമായി ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടറിലെ വില്ലേജ് ഓഫീസർ പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ KSFE ജീവനക്കാരുടെ അവസ്ഥ അതല്ല. നമ്മുടെ നാട്ടിലെ നിരവധിയായ സ്വകാര്യ ചിട്ടിക്കമ്പനികളുമായി ദൈനംദിന അനുനിമിഷ മത്സരത്തിൽ ഏർപ്പെടുന്ന ഒരു വിഭാഗമാണ് KSFE. ആ മത്സരം ഉണ്ടായിരിക്കുകയും ജീവനക്കാരുടെ ശുഷ്കാന്തി ഒന്നുകൊണ്ട് മാത്രമാണ് മറ്റു പല മേഖലകളും തകർന്നു പോകുമ്പോഴും തകർച്ചയുണ്ടാകാതെ KSFE ഇങ്ങനെ താങ്ങി നിർത്തി നമ്മുടെ പൊതുസമൂഹത്തിനും പൊതുനഗരാവിനും ആകെ മാതൃകയാകുന്ന രീതിയിൽ മുന്നോട്ട് പോകും. അപ്പൊ ആ എഫിഷ്യന്റായ ജീവനക്കാർ ഈ മേഖലയിലുള്ളത് പ്രൈവറ്റ് മേഖലയിലെ ചിട്ടിക്കമ്പനികൾക്കൊരു ഭീഷണി ആയതുകൊണ്ട് മെച്ചപ്പെട്ട ജീവനക്കാർ ഈ മേഖല തിരഞ്ഞെടുക്കുവാൻ പാടില്ല. അതിനുവേണ്ടി പ്രൈവറ്റ് ചിട്ടിക്കമ്പനിക്കാരന്റെ അച്ചാരം വാങ്ങിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ ശമ്പള ഏകീകരണം എന്ന് പറയുന്ന മുഖമൂടിയുമായി കടന്നു വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും നമ്മൾ ഇതിനെ അനുവദിക്കാൻ പോകുന്നില്ല. ശക്തമായ സമരങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് മാത്രം സൂചിപ്പിക്കുവാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സഹസാമാജികനായ ശ്രീ ചാണ്ടി ഉമ്മൻ അടക്കം ജില്ലാ INTUCയുടെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ട് ദീർഘമായി കടന്നു പോകുന്നതിനെ സൂചിപ്പിച്ചതുപോലെ നീണ്ട ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് വന്നതല്ല, ഈ സമരത്തോട് ഐക്യദാർഢ്യപ്പെടുവാൻ വേണ്ടി വന്നതാണ്. നിരവധി ആളുകൾ വന്നതിനാൽ ഈ ധർമ്മസമരത്തിന് എല്ലാവിധമായ സമരാഭിവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 9 വർഷക്കാലം എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. എല്ലാ വിഭാഗം ജനങ്ങളെയും വഞ്ചിച്ച ഒരു സർക്കാർ, വിലക്കയറ്റം കൂടുമ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സർക്കാർ. ഇന്ന് ഞങ്ങൾ അടിയന്തര പ്രമേയം ശ്രീ PC വിഷ്ണുനാഥ് അവതരിപ്പിച്ചത് അത് ഇവിടുത്തെ തൊഴിലാളികൾ നടത്തുന്ന, സർക്കാർ ജീവനക്കാർ നടത്തുന്ന സമരത്തിനോട് അനുബന്ധിച്ചാണ് ഇന്ന് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ശമ്പളം കൊടുക്കുന്നില്ല, ക്ഷാമബത്ത കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കാത്തൊരു സർക്കാർ. എന്നിട്ട് എന്ത് പറഞ്ഞാലും ന്യായീകരണം 10, 15, 20 വർഷം മുമ്പുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ത്രിപുരയിലെ കാര്യം പറയും, അല്ലെങ്കിൽ ഉഗാണ്ടയിലെ കാര്യം പറയും. ഇന്ന് ഉഗാണ്ടയിലെ കാര്യം പറയുന്നത് എനിക്ക് തോന്നുന്നു ധനകാര്യം.
വല്ല രാജ്യത്തെ കാര്യം ഇതെങ്ങനെയാണ് ഇവരുടെ തന്ത്രം? ഏതെങ്കിലും രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടുത്തെ വിഷയങ്ങൾ മാറ്റിവെക്കുക സ്ഥിരം ഒരു തന്ത്രമാണ്. ഇന്ന് നിങ്ങൾ വളരെ ഉചിതമായ ഒരു സമരവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരു വിഷം പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, ഈ സമരം കൊണ്ടൊരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ചേമ്പിന്റെ പുറത്ത് വെള്ളം ഒഴിച്ചിട്ട് കാര്യമുണ്ടോ? ഈ സർക്കാരിനോട് സമരം ചെയ്താൽ ഒരു ഗുണവുമില്ല. ഇനി ഗുണം വരും. എന്താണെന്നറിയാവോ? 2026 കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി അവിടെ ആ നോർത്ത് ബ്ലോക്ക് ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വരും, നിങ്ങൾക്ക് വ്യത്യാസം വരും. അതിനു വേണ്ടിയുള്ള പോരാട്ടം നിങ്ങൾ തുടരുക. കാരണം ഈ ഗവൺമെന്റ് ഇവിടുത്തെ സാധാരണക്കാരന്റെ വികാരം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഗവൺമെന്റ് അല്ല. ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഗവൺമെന്റ് അല്ല. ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്ന ആഗ്രഹിക്കുന്ന ഗവൺമെന്റ് അല്ല. ഇപ്പം ഒരു ഉത്തരവ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ 131/2022. അതുകൊണ്ട് നിങ്ങളുടെ ശമ്പളം കുറയുമല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സർക്കാർ പ്രവൃത്തി കാണുന്നത്. ഒരു ഉത്തരവ് കൊണ്ട് ശമ്പളം കുറയ്ക്കുക വല്ലാത്ത തൊലിക്കെട്ട് തന്നെയാണ് കേട്ടോ, വല്ലാത്ത തൊലിക്കെട്ടി. എല്ലാം കുറയ്ക്കുക, ശമ്പളമാണല്ലോ ബേസ്. അങ്ങനെ പക്ഷേ എന്തോ കാവലാളെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു പാട്ടോ പോയമോ കണ്ട് കേട്ടു ഇല്ലേ? എന്തിന്റെ തൊഴിലാളിക്ക് കാവലാൾ? നിങ്ങളുടെ ശമ്പളം കുറച്ചിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി തൊഴിലാളിക്ക് കാവലാളായിട്ടിരിക്കുന്നത്. തൊഴിലാളികളുടെ പേരിൽ അധികാരത്തിൽ കയറിയവർ, ഇവിടുത്തെ ജീവനക്കാരുടെ പേരിൽ അധികാരത്തിൽ കയറിയവർ എന്താ ജീവനക്കാരോട് കാണിക്കുന്നേ? ഇവിടുത്തെ തൊഴിലാളിയോട് കാണിക്കുന്നേ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് KSRTC-യിൽ 45,000 തൊഴിലാളികളുണ്ടായിരുന്നു. ഇന്ന് 22,000 ഉള്ളൂ. ഒറ്റയടിക്ക് 23,000 തൊഴിലാളികളാണ് KSRTC-യിൽ കഴിഞ്ഞ 8 വർഷം കൊണ്ട് കുറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈ സർക്കാരിന്റെ തൊഴിലാളി പ്രമേയം. ഇതാണ് ഈ ഗവൺമെന്റിന്റെ യഥാർത്ഥ മുഖം. നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞത് ഈ സർക്കാർ പക്ഷെ നിങ്ങളുടെ വാക്കുകൾക്ക് ചെവി തരത്തില്ല. അവർക്ക് അവരുടെ അജണ്ടയുണ്ട്. ആ അജണ്ടയുമായി മുന്നോട്ട് പോകും. എന്താണ് അവരുടെ അജണ്ട? 250 കോടി കൊടുത്ത് മെസ്സിയെ കൊണ്ടുവരുന്ന അജണ്ട. ഇന്ന് രാവിലെ ഞാൻ പത്രത്തിൽ കണ്ടു, ഇവിടുത്തെ സ്പോർട്സ് താരങ്ങൾക്ക് കൊടുക്കാൻ കാശില്ല, പക്ഷെ 250 കോടി കൊടുത്താണ് അർജന്റീന ടീമിനെ കൊണ്ടുവരുന്നതാണ് കേട്ടത്. ഇനി വെറുതെ പറയുന്നതാണോ എന്നറിയില്ല. എന്തായാലും 250 കോടി എന്ന് പറഞ്ഞ് 250 രൂപ എടുക്കുന്ന പോലെ ആ വാർത്ത ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് തരാൻ കാശില്ല, നിങ്ങളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു, നിങ്ങളുടെ ബെനിഫിറ്റ്സ് കുറയ്ക്കുന്നു, ഇവിടുത്തെ തൊഴിലാളികൾക്ക് കൊടുക്കാൻ ശമ്പളമില്ല, ക്ഷാമത്തില്ല. പക്ഷേ മെസ്സിയെ കൊണ്ടുവരുവാൻ കാശുണ്ടെന്നോ? 250 കോടി ഉണ്ടെന്നാ പറയുന്നേ. ഈ മെസ്സി ഇവിടെ താമസിക്കാൻ പോവാണോ? ജീവിതകാലം മൊത്തം 250 കോടി കൊടുത്ത് ഇവിടെ താമസിപ്പിക്കാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? എനിക്കറിയാൻ മേലാൻ ചോദിക്കുക. കാരണം 250 കോടിയൊക്കെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതിലും ഭേദം 250 കോടി കേരളത്തിൽ കൊടുത്ത് ഇവിടുന്ന് ഒരു മെസ്സി ഉണ്ടാക്കാനാണ് ഈ സർക്കാർ ശ്രമിക്കേണ്ടത്. അല്ലാതെ ആവശ്യമില്ലാത്ത രൂപ ചെലവാക്കി ഇവിടെ വന്ന് ഇല്ലാത്ത എന്താ പറയുക കാശ് കൊടുത്ത് ഇവിടുത്തെ പാവപ്പെട്ടവന്റെയും ഇവിടുത്തെ കച്ചവടക്കാരന്റെയും ഇവിടുത്തെ തൊഴിലാളികളുടെയും കാശ് എടുത്തിട്ട് കൊടുക്കുകയല്ല വേണ്ടത്. ഇങ്ങനെ ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരു സർക്കാർ, ദിശാബോധമില്ലാത്തൊരു സർക്കാർ, ആ സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം KSFE-യുടെ ജീവനക്കാരോടൊപ്പം മാത്രമല്ല ഇന്ന് ഐക്യദാർഢ്യം ഇവിടുത്തെ എംപ്ലോയീസിനോടൊപ്പം സെക്ടറോടൊപ്പം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസിലെ സഹപ്രവർത്തകർ ഏറ്റവും ഉചിതമായൊരു സമയത്താണ് ഈ പ്രക്ഷോഭ സമരവുമായി കടന്നു വന്നിരിക്കുന്നത്. ഫിനാൻഷ്യൽ എന്റർപ്രൈസസിനെ ഇവിടെ നേരത്തെ ശ്രീ രാഹുൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിന് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്ന, ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരടിത്തറയുള്ള സ്ഥാപനത്തെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് മാനേജ്മെന്റ് കഴിഞ്ഞ കുറേ കാലമായി കൈക്കൊണ്ടുവരുന്നത്. സ്ഥാപനത്തിൻ്റെ ശക്തമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള കഠിനാധ്വാനം ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളുകളാണ് അവിടുത്തെ ജീവനക്കാർ. ഈ ഗവൺമെൻറ്റുകൾ ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അടുത്ത കാലത്ത് നടന്ന ഓരോ സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഫിനാൻഷ്യൽ കോർപ്പറേഷൻ പോലെയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഫണ്ട് അദാനി കമ്പനിക്ക് കൈമാറി അവിടെ നിക്ഷേപിച്ച് ആ സ്ഥാപനത്തെ ഏതാണ്ട് തകർച്ചയുടെ വക്കിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുക. അപ്പോൾ KSFE പോലെ ദീർഘകാലമായി കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായി നിലനിന്ന് പോകുന്ന സ്ഥാപനം നമുക്കറിയാം. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് വിദേശത്ത് പോയി ചിട്ടി നടത്താനും വിദേശത്ത് അതിനുവേണ്ടി ആവശ്യമായുള്ള ക്യാൻവാസിങ്ങിനൊക്കെ വേണ്ടി പോയി അന്നത്തെ ചെയർമാൻ അടക്കമുള്ള ആളുകൾ വരുത്തി വെച്ച
സാമ്പത്തിക നഷ്ടം ചെറുതല്ല. സ്ഥാപനത്തിന്റെ വിശ്വാസ്യത അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ തന്നെ അതിന് ചീത്തപ്പേരുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. 140 ന്യൂസ് തിരുവനന്തപുരം ബ്യൂറോയ്ക്ക് വേണ്ടി ക്യാമറമാൻ സായി വഴിയിലോടൊപ്പം റിപ്പോർട്ടർ ശരണ്യ.